നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ പുത്തൻ നാഴികക്കല്ലായി മാറുന്ന താലൂക്ക് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 3 നടക്കുമെന്ന് AC മൊയ്തീൻ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2016 പ്രഖ്യാപിച്ച താലൂക്കിന് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ 2016 29 വില്ലേജുകൾ ഉൾപ്പെടുത്തി കുന്നംകുളം താലൂക്ക് പ്രഖ്യാപിതമാകുന്നത്. കക്കാടുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ തന്നെ പുതിയ താലൂക്കിനും അനുബന്ധ ഓഫീസുകൾക്കുമായി സർവ്വസജ്ജമായ പുതിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. കുറുക്കൻപാറയിലെ താഞ്ചൻകുന്നിൽ റവന്യൂ വകുപ്പിന് കീഴിലുള്ള വിശാലമായ 4.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 25 കോടി രൂപ ചെലവിൽ 4 നിലകളിലായി വിശാലമായ സൗകര്യങ്ങളോടെയാണ് താലൂക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. താലൂക്ക് ലീഗൽ മെട്രോളജി, സംസ്ഥാന GST, സിവിൽ സപ്ലൈസ്, ഇലക്ഷൻ, വ്യവസായം, ഫുഡ് സേഫ്റ്റി, സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ലാൻഡ് ട്രിബ്യൂണൽ, ഡയറി ഡെവലപ്മെന്റ്, ലേബർ, ജലസേചനം തുടങ്ങി നിലവിലുള്ള ഓഫീസുകൾക്കും താലൂക്ക് തലത്തിൽ വരാനിരിക്കുന്ന ഓഫീസുകൾക്കും സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളും ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 57,500 ചതുരശ്ര അടിയിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ അമ്മു കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയാണ് അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാർച്ച് 3 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ താലൂക്ക് കെട്ടിടം നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിശിഷ്ടാതിഥിയാകും. കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷനാകും. ആലത്തൂർ MP K. രാധാകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. അപ്പോൾ ഒരു താലൂക്ക് ആസ്ഥാനവും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും എന്ന നിലയ്ക്ക് കുന്നംകുളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണ്. അത് ആ രീതിയിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീമാൻ K. രാജനാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുക്കും. അതുപോലെ തന്നെ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള മണലൂർ MLA മുരളി പെരുന്നെല്ലി ഇതിൽ പങ്കെടുക്കും. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 4:30 മുതൽ പ്രശസ്ത ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും അരങ്ങേറും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, തഹസിൽദാർ OB ഹേമ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിമോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി മുരളി പെരുന്നെല്ലി MLA പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ കോൾനിലങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കാനുമായാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ 5.04 കോടി എസ്റ്റിമേറ്റിൽ റെഗുലേറ്റർ പുതുക്കിപ്പണിയാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഷട്ടർ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി നിർമ്മാണത്തിനു വേണ്ടി താൽക്കാലികമായി കെട്ടിയ തടയണകൾ പൊട്ടിക്കേണ്ടി വന്നു. പിന്നെ മഴ മാറി വീണ്ടും അത് പുനർനിർമ്മിച്ചാണ് നിലവിൽ പ്രവൃത്തികൾ നടന്നുവരുന്നത്. പദ്ധതിയുടെ നിർമ്മാണവുമായി ചില തൽപരകക്ഷികൾ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി MLA പറഞ്ഞു. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് 8 കോടി എസ്റ്റിമേറ്റിൽ ഈ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. മുമ്പ് മാനുവൽ വർക്കിംഗാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച് മെക്കാനിക്കലായി തന്നെ ഷട്ടർ നിമിഷങ്ങൾക്കുള്ളിൽ തുറക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിർമ്മാണം തുടങ്ങി കാലങ്ങളേറെയായിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ ഇലക്ഷൻ അടുത്തപ്പോൾ മാധ്യമങ്ങളെ കൂട്ടിവന്ന് നാടകം കളിക്കുകയാണ്. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇത്തരക്കാർ നടത്തുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. പിന്നെ മഴ മാറി വീണ്ടും അത് നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണി നടന്നു വരുന്നത്. അനാവശ്യമായി ഇത് ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ഇവിടെ വന്ന് മാധ്യമങ്ങൾക്ക് അനുഭവം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു പ്രവൃത്തിയുടെയും അവസാന ഘട്ടം ഇതുവരെ നിർമ്മാണം തുടങ്ങിയ കാലങ്ങളേറെയായി ഈ കാലയളവിലൊന്നും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവർ നിർമ്മാണ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ
വെള്ളം ചോർന്നു പോകും, കരിങ്കലിനുള്ളിൽ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ആകമാനം തന്നെ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല ഈ പണി നടക്കുന്നത് എന്ന് പറയാനുള്ള എസ്റ്റിമേറ്റ് പ്രകാരമല്ല പണി. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സി അതുൻ, ജനപ്രതിനിധികൾ, മറ്റ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, കരാറു കമ്പനിയുടെ മാനേജർ ഇബ്രാഹിം തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മറ്റു കാലാവസ്ഥാ വ്യത്യാസങ്ങളില്ലാത്ത സാഹചര്യത്തിൽ മാർച്ച് 15-നകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പരിസരവാസികൾ ഭണ്ഡാരം കണ്ടത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ടു തകർത്ത് കാണിക്കപ്പണം കവർന്നിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്തുകടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിരുന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനിടെയാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്സവാരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശീവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഇന്നും ഉത്സവത്തിന്റെ തുടക്ക ദിവസം രാവിലെയുള്ള ശീവേലി ആനയില്ലാതെ നടത്തുന്നത്. കഴകക്കാരായ വാര്യർ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളിക്കുത്തുവിളക്കുകളിൽ ദീപം തെളിയിച്ച് ശീവേലിക്ക് അണിനിരന്നു. ശാന്തിയേറ്റ കീഴ്ശാന്തി ചെറുതയൂർ അജിത് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ ചൈതന്യപൂർണമായ തങ്കത്തിടമ്പ് കരങ്ങളിലേറ്റി മാറോട് ചേർത്തു പിടിച്ച് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വലം വെച്ച് ചടങ്ങ് പൂർത്തീകരിച്ചു. നാമജപവും വാദ്യവും ആനയില്ല ശീവേലിക്ക് അകമ്പടിയായി. 35 ആനകളുള്ള ക്ഷേത്രത്തിൽ വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. ഐതിഹ്യത്തെ അനർത്ഥമാക്കി ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ക്ഷേത്ര പരിസരത്തുനിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. ചാലിശ്ശേരി മുലമ്പറമ്പത്തുകാവ് പൂരത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയും ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 12 വരെയും പട്ടാമ്പി കുന്നംകുളം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പട്ടാമ്പി കുന്നംകുളം റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും പെരിങ്ങോട് കോതച്ചിറ വഴി ഒറ്റപ്പിലാവെത്തി തിരിച്ചു പോകേണ്ടതാണ്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം റോഡ് വഴി പൊന്നാനി തൃശൂർ ഹൈവേയിൽ പ്രവേശിച്ച് പോകേണ്ടതുമാണെന്ന് ചാലിശ്ശേരി പോലീസ് അറിയിച്ചു. ചാലിശ്ശേരി മുലമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് ചാലിശ്ശേരി മുക്കുട്ട അങ്ങാടി കല്ലുംപുറം റോഡ് മുതൽ മെയിൻ റോഡ് സെന്റർ വരെ 4 കിലോമീറ്റർ ദൂരം കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിനിരുവശവും LED വൈദ്യുതി ദീപാലങ്കാരങ്ങൾ പ്രകാശിച്ചു. പൂരത്തലേന്ന് ശനിയാഴ്ചയും പൂരദിവസം ഞായറാഴ്ചയും ലൈറ്റുകൾ പ്രകാശം പരത്തും. ദീപാലങ്കാരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കമ്മിറ്റി പ്രസിഡന്റ് ശശി കരിപ്പാലി, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് നേടിയ ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ PK അനിൽകുമാറിന് രാധാകൃഷ്ണ ഗ്രൂപ്പിന്റെ ആദരം. വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ രാധാകൃഷ്ണ ഫിനാൻസ് MD PS പ്രസന്നകുമാർ ഉപഹാരം നൽകി ആദരിച്ചു. രാധാകൃഷ്ണ കുറീസ് ലീഗൽ മാനേജർ C അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാധാകൃഷ്ണ വില്ലാസ് അപ്പാർട്ട്മെന്റ്സ് ഡയറക്ടർ PS പ്രകാശൻ, ഫിനാൻസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ അതുൽ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. CI ബെന്നി, സോമസുന്ദരൻ, വില്ലേജ് ഓഫീസ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ BJP കൗൺസിലർമാർ ആദരിച്ചു. കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, PM കൃഷ്ണപ്രിയ എന്നിവർ പൊന്നാടയണിയിച്ചു. മഹിളാ മോർച്ച നേതാക്കളായ ജ്യോതി രവീന്ദ്രനാഥ്, സിന്ധു ബാബു, സ്വപ്ന അനിൽ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. ഗർഭാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സർക്കാർ തലത്തിൽ പുതുതായി ഏർപ്പെടുത്തിയ HPV വാക്സിനേഷൻ ട്രെയിനിംഗ് ക്ലാസ് പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ JM റസാഖ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ നവ്യ വിഷയാവതരണം നടത്തി. തുടർന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സരിത ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, വാർഡ് മെമ്പർമാരായ PM അലി, സദാനന്ദൻ മാസ്റ്റർ, മോനിഷ രജീഷ്, KH സിദ്ദീഖ്, NK ചന്ദ്രാവതി എന്നിവർ സംസാരിച്ചു. ഇസ്സത്താണ് ഇസ്ലാം, വീണ്ടെടുപ്പാണ് റമളാൻ എന്ന ശീർഷകത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഖുർആൻ സമ്മേളനം ഞായറാഴ്ച രാവിലെ 10-ന് അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇത്തിഹാദുൽ ഉലമ സംസ്ഥാന സമിതി അംഗം അബ്ദുൾ അസീസ് അൻസാരി പൊന്മുണ്ടം ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിക്കും. റിട്ടയർഡ് അധ്യാപിക ഫാത്തിമ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തും. ഖുർആൻ സ്വാധീനിച്ച ജീവിതം, ഖുർആൻ പഠനത്തിന്റെ മഹത്വം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഖുർആൻ സമ്മേളനം നടക്കുക. മികച്ച സ്റ്റേറ്റ് NSS പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം 3-ാം തവണയും ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ ഡോക്ടർ P രഞ്ജിത്തിന്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം വകുപ്പിനുള്ള പുരസ്കാരം VHSCക്കും ലഭിച്ചു. കഴിഞ്ഞ മാസം സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയെങ്കിലും വ്യക്തിപരമായി 18 വർഷത്തെ NSS ജീവിതത്തിൽ സ്കൂൾ പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ 2 തവണയും സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിൽ 3 തവണയും സംസ്ഥാന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,100 രൂപ, സ്വർണം പവന് 1,20,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചർമ്മം മറ്റം ഇമ്മട്ടി തോമ മകൻ ആൻഡോ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. ശോഭന ഭാര്യയാണ്. ആകാശ്, അഞ്ജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി ചിരിയങ്കണ്ടത്ത് ബാബു മകൻ സെബിൻ നിര്യാതനായി. 27 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ്റെ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജോളി മാതാവും എബിൻ, ബാബു, ജസ്മി, എൽജോ എന്നിവർ സഹോദരങ്ങളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.